നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൃഷ്ണഭക്ത എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് ജസ്ന സലീം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജസ്ന സലീമുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജസ്ന ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിലനിന്നിരുന്നു. ഇപ്പോഴിതാ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് നിന്ന ശ്രീകൃഷ്ണന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ജസ്ന സലീമിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഭക്തി മനസ്സേ മതി, ഇനി ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്കില്ല എന്ന ജസ്ന സലീം മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നതും കാണാം. എന്തായാലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എല്ലാ വിശ്വാസികളെയും ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്ത വ്യക്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പോസ്റ്റിന്റെ പിന്നാലെയാണ് ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തട്ടമിട്ട ഉടായിപ്പ് താത്തയ്ക്കെതിരെ ഗുരുവായൂർ ACPക്ക് പരാതി നൽകി, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. മാന്താൻ തുടങ്ങിയാൽ അടിവേരടക്കം മാന്തിയെടുക്കും, അതാണ് ശീലം. അതുകൊണ്ട് തന്നെ ഭീഷണിയായും വിലപേശലായിട്ടൊന്നും തന്നെ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സമാനമായി നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് അതോറിസേഷൻ ഓഫ് എൻട്രി റൂൾസ് 1965, അതായത് 1965 നിയമപ്രകാരം ഇങ്ങനെ ഒരു നിയമം നടപ്പിലുള്ള സംസ്ഥാനമാണ് കേരളം. ഈ നിയമപ്രകാരം അഹിന്ദുക്കൾ കേരളത്തിലെ പൊതുക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഈ നിയമത്തിൽ ക്ഷേത്രം എന്നത് നിർവചിച്ചിരിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും എന്നാണ്. ക്ഷേത്രഭൂമികളും ക്ഷേത്രത്തിലേക്ക് മാത്രമായുള്ള വഴികൾ പോലും ഈ നിർവചനത്തിന്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് തട്ടമിട്ട ഉടായിപ്പ് താത്ത ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ പോയി കോപ്രായങ്ങൾ കാണിക്കാൻ അനുവദിക്കുന്നത്. വന്ന് ക്ഷേത്ര നടപ്പന്തലിൽ നിന്ന് കേക്ക് മുറിക്കാനുള്ള ധൈര്യം വരെ ഇവർക്ക് ഉണ്ടായി എന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ക്ഷേത്ര നടപ്പന്തലിലാണ് ഭഗവാൻ ഉത്സവത്തിനും പള്ളിവേട്ടയ്ക്കും പുറത്ത് എഴുന്നള്ളിപ്പ് പറ സ്വീകരിക്കുന്ന പരമപ്രധാന ചടങ്ങ് നടക്കുന്നത് എന്ന് ഓർക്കണം. മാത്രമല്ല, വിഘ്നേശ്വരന്റെ നട ഈ കിഴക്കേ നടപ്പന്തലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ ജബ്ബാർ ആണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതേ അബ്ദുൾ ജബ്ബാർ തന്നെയാണ് ഈ ജസ്നയ്ക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നത്. ഈ ജസ്ന സലീമിനെതിരെയാണ് ഈ അബ്ദുൾ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പോലീസ് FIR ഇട്ടിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം രാഘവൻ M എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവർ കൃത്യമായി തന്നെ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുകയാണെന്നാണ് ഇതിൽ പറയുന്നത്. അതിൽ ശബരിമല കഴിഞ്ഞ് അടുത്തത് ഗുരുവായൂർ എന്ന ഒറ്റ വരി ഓഗസ്റ്റ് 16 പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ വിശദ വിവരം ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ്. ഗുരുവായൂരിലെ പടം വരക്കാരിയും വരാൻ പോകുന്ന പ്രശ്നങ്ങളും അഹിന്ദുക്കൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ കയറണമെന്നോ നിലവിലെ നിയമം മാറ്റിയെഴുതണമെന്നതോ അല്ല ലക്ഷ്യം. ജസ്ന സലീം എന്ന മുസ്ലിം സ്ത്രീയുടെ ഓരോ വീഡിയോകളും ശ്രദ്ധിക്കുക. അതിലൊന്ന്, എല്ലാ വീഡിയോകളിലും അള്ളാഹ് എന്ന ഇസ്ലാം ദൈവത്തിന്റെ നാമം പലതവണ ഉരുവിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. 2, ഒരിക്കൽ പോലും ഇവർ കൃഷ്ണനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് കണ്ണന്റെ ഭക്തയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തിയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം മെസ്സേജിന്റെ അവസാനം രേഖപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ പോലും അവർ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തൊഴുന്നതായി കാണുന്നില്ല. നെറ്റിയിൽ ക്ഷേത്രത്തിലെ ചന്ദനക്കുറിയോ പ്രസാദമോ തൊടാറില്ല. ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഈ വക കാര്യങ്ങൾ കൂടി അവർ ചെയ്യുമായിരുന്നു. ആയതിനാൽ പുറത്തുള്ള ചില കാര്യങ്ങളാണ് ലക്ഷ്യമെന്ന് അനുമാനിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗുരുവായൂർ നടയിലെ ജസ്നയുടെ പ്രവർത്തനങ്ങൾ കോടതിയിൽ എത്തിക്കുക എന്നതായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഇവിടെ ജസ്ന പ്രതിയാകും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുവഴി കുറ്റാരോപിത ആകുന്നു, അതുവഴി അത് എല്ലാവരെയും ഇതിന് നേരെ തിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അക്കം വിട്ട് നിർത്തുകയാണ്. അന്നേരം ജസ്നയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പിന്നാലെയാണ് ജസ്ന ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.